ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വീട്ടിൽ ആണിയൊക്കെ അടിക്കുന്ന സമയത്ത് ചെറിയ ആണിയൊക്കെ ആണെങ്കിൽ വേഗം അത് കയ്യിൽ കൊള്ളാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ അപകടവുമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്കിതാ ഇതുപോലുള്ള തുണി ക്ലിപ്പൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ വെച്ച് നിങ്ങൾ ആണി അടിക്കുകയാണെങ്കിൽ ഒരുപാട് സേഫ് ആയിരിക്കും. കയ്യിലൊന്നും കൊള്ളാണ്ട് കൊണ്ട് നമുക്ക് ആണി ഈസി ആയിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്ലിപ്പ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിതാ ക്ലിപ്പ് ഇതുപോലെ വെച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ തുണിയിലിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ആവശ്യത്തിന് നമുക്ക് ഈ ഒരു തുണി ക്ലിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെ വെച്ച് നല്ലൊരു ഫോൺ സ്റ്റാൻഡായിട്ടാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്. മൊബൈൽ സ്റ്റാൻഡായിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് കിച്ചണിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കാനോ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാനോ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് കൊണ്ട് ഒരു സ്റ്റാൻഡ് റെഡിയാക്കിയിട്ട് മൊബൈൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ മൊബൈൽ താഴെ വീഴാണ്ട് കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാനും അല്ലെങ്കിൽ വീഡിയോ കാണാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ നമ്മൾ ബോട്ടിൽസോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് അതൊന്ന് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവേണ്ടി വരും. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലുള്ള ക്ലിപ്പ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചിടാണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ഉൾസൈഡും ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ സെല്ലോ ടേപ്പ്, ഞാൻ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഈ ഒരു തുണി ക്ലിപ്പിലേക്ക് നമുക്ക് ഈ ഒരു സൈസിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണോട്ടോ. അപ്പോഴാണ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു 2 ക്ലിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 2ലേക്കും ഞാൻ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. സാധാരണഗതിയിൽ കുറച്ച് പേർക്കുള്ള ഒരു സ്വഭാവമാണ് ഇതുപോലെ മിക്സിയൊക്കെ കിച്ചണിൽ ആ ഒരു പ്ലഗ് പോയിന്റിൽ തന്നെ പ്ലഗ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ മിക്സി വേഗത്തിൽ തന്നെ കേടായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിയുടെ വയർ ഈസി ആയിട്ട് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ടിപ്പുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്ലിപ്പ്, ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലിപ്പ് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് വെച്ചത് കാരണം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആ ക്ലിപ്പ് അവിടെ ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ സേഫായിട്ട് നമ്മുടെ മിക്സിയുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മിക്സിയുടെ വയർ അവിടെ സേഫായിട്ട് ഇരുന്നോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് മിക്സി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. നിങ്ങളെപ്പോഴും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്, നമ്മൾ ആ ഒരു പ്ലഗ് പോയിൻറ്റിൽ തന്നെ പ്ലഗ് ചെയ്ത് വെക്കരുത്. മിക്സിയുടെ പ്ലഗ് ഒരിക്കലും അങ്ങനെ ചെയ്ത് പോകരുത്. ഇതുപോലെ ഈസി ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സേഫായിട്ട് തന്നെ ആ ഒരു പ്ലഗ് പോയിൻറ്റ് ഇരുന്നോളും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അതുപോലെ തന്നെ 2 ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറച്ച് കൂടുതൽ അളവിൽ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് വെച്ച് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് കിച്ചൻ്റെ വാൾ ടൈലിലാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്റർ പെട്ടെന്നൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിച്ചണിൽ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസ്സായി പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ കിച്ചണിലുള്ള ഗ്യാസ് ലൈറ്റർ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കിച്ചണിൽ നമുക്ക് വെക്കുകയാണെങ്കിൽ സേഫായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഇതുപോലെ ഒരു ക്ലിപ്പിലേക്ക് ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് കുറച്ച് കൂടുതൽ അളവ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അലമാരയിലാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിലേക്കായിട്ട് നമ്മുടെ കുട്ടികളുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്സസറീസും സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സേഫായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്നൊക്കെ കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ ബെൽറ്റ്, അതുപോലെ തന്നെ റിബന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നമ്മൾ അലമാരയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോജനകരമാകും കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്ക് ഉപയോഗിക്കുന്ന ഷൂവിൻ്റെ ലേസ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന മാല, അങ്ങനെയുള്ള പെട്ടെന്നൊക്കെ നമുക്ക് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ അലമാരയ്ക്കകത്ത് ഈ ഒരു ക്ലിപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി നമുക്ക് വാസ്ലൈൻ കൊണ്ട് ഒരു നല്ലൊരു ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഈ ഒരു വാസ്ലൈൻ കൊണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു ടിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് വാസ്ലൈൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉറുമ്പ് ശല്യമൊക്കെ മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് വാർഡ്രോബിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഈ കൈയൊക്കെ നമുക്ക് പോകാത്ത ഒരു ഭാഗത്തേക്കായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊന്നും പിന്നീട് ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് ഉറുമ്പ് ആ ഒരു പ്രദേശത്തേക്ക് പോലും വരാണ്ട് പോകും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആ മിക്സിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സിയൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മിക്സി അഴുക്കായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മിക്സി കഴുകേണ്ട ഒരു അവസ്ഥയാണ്, വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പഴയ ടീഷർട്ടോ കുഞ്ഞുങ്ങളുടെ ഉപയോഗിക്കാത്ത ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മിക്സി അഴുക്കാകുമോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സി ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയോ ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ മിക്സിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മാവ് അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരയ്ക്കുന്ന സമയത്ത് പുറത്തേക്കായാലും ആ ഒരു തുണിയിലേക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആ തുണി മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ മിക്സി ഒരുപാട് കാലത്തേക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.